ഭാരത സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വികസിത ഭാരതം 2047ന്റെ ഭാഗമായി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ പങ്കാളിത്തത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എലപ്പള്ളിയിൽ നടപ്പിലാക്കുന്ന സമഗ്ര മത്സ്യകൃഷി പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആനിസ് ജോസഫ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പഠന സംഘം കർഷകരുമായി ചർച്ച നടത്തി. കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യന്റെ നിർദ്ദേശപ്രകാരമാണ് പഠന സംഘം എത്തിയത്. എലപ്പുള്ളി പഞ്ചായത്തിൽ 500-ൽ പരം കുളങ്ങളും പാറമടകളും തടയണങ്ങളുമുണ്ട്. കൂടാതെ അലങ്കാര മത്സ്യകൃഷിക്ക് അനുയോജ്യമായ സൗകര്യങ്ങളുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കഴിയുന്ന കൃഷിരീതി, പോഷകാഹാരം ലഭ്യമാക്കൽ, ഭക്ഷ്യസുരക്ഷ, വനിതകൾക്ക് തൊഴിൽ, ഗ്രാമ സമ്പദ്വ്യവസ്ഥയെ മെച്ചപ്പെടുത്തൽ, കർഷകർക്കും തൊഴിലാളികൾക്കും അധിക തൊഴിൽ ദിനങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയുടെ സംയോജനം തുടങ്ങി ലക്ഷ്യങ്ങൾ കൂടി ഈ പദ്ധതിയിലൂടെ നേടിയെടുക്കാനാവണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കർഷകരും വിദഗ്ധരും പറഞ്ഞു. കൊൽക്കത്തയിലെ കേന്ദ്ര ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ BK ദാസാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ പരിപാടിയിൽ കൊച്ചി ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ഡോക്ടർ ദീപ സുധീശൻ, സയന്റിസ്റ്റ് ഡോക്ടർ തങ്കം തെരേസ പോൾ, നബാർഡ് AGM കവിത റാം, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കോർഡിനേറ്റർ ബിജോയ് T. ജോൺ, C. കൃഷ്ണകുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗിരീഷ് ബാബു, സന്തോഷ്, സർവോദയ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഉണ്ണിക്കുട്ടൻ മടച്ചിപ്പാടം, കൃഷിക്കൂട്ടം സെക്രട്ടറി V. പ്രദീപ് കുമാർ, ഗാന്ധി ആശ്രമം വർക്കിംഗ് ഗ്രൂപ്പ് അംഗം അനിത M. തുടങ്ങിയവർ സംസാരിച്ചു. രാമശ്ശേരി ഗാന്ധി ആശ്രമം സന്ദർശിച്ചതിനു ശേഷം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ദീപ സുധീശന്റെ നേതൃത്വത്തിലുള്ള സംഘം സമഗ്ര മത്സ്യകൃഷി പദ്ധതിയുടെ സാധ്യതാ പഠനം നടത്തിയതും ഗാന്ധി ആശ്രമം പ്രവർത്തകരുടെ സഹകരണത്തോടെ പദ്ധതി തയ്യാറാക്കിയതും.